ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാക്ക് യാർഡാണ് ഈ കാണുന്നത്. നമ്മുടെ ബാക്ക് യാർഡിലാണെങ്കിൽ നിറച്ചും മരങ്ങളാണ്. അപ്പോൾ അത് വെറുതെ സാധാരണ കാട്ടിലൊക്കെ കാണുന്ന മരങ്ങൾ പോലെ തന്നെ ഒരു കാട് പോലെയാണ് നിൽക്കുന്നത് മുഴുവനും ഏരിയ. അപ്പം ആ മരങ്ങളൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് വെട്ടാം, കുറച്ച് ദിവസം എടുത്ത് വെട്ടാമെന്ന് വിചാരിച്ചാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ നൈബർ വന്നു. ഈ യെല്ലോ പൂവുകൾ കണ്ടു. നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിലുള്ള ഒരു അടിപൊളി പൂവാണത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇത് ഫുള്ളാവട്ടെ, ഈ യെല്ലോ പൂ ഇങ്ങനെ ഫുള്ളാവും. ഈ ഒരു ട്രീയുടെ പേര് മെഗ്നോളിയ ഫ്ലവർ ട്രീ അല്ലെങ്കിൽ ഗോൾഡൻ ചെയിൻ ട്രീ എന്നൊക്കെ പറയും. ഇത് നമ്മൾ കാനഡയിൽ പല ഭാഗങ്ങളിലും എപ്പോഴും കാണാവുന്ന ഒരു ട്രീ ആണ്, സമ്മറിൽ പ്രത്യേകിച്ചും. വെട്ടിയിട്ട് നമുക്ക് അവിടെ കുറച്ച് ട്രീസൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ നൈബർ വന്നിട്ട് നമുക്ക് പറഞ്ഞൊക്കെ തന്നോട്ടെ. കാരണം ഈ മരങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വലിയ മരങ്ങളായതുകൊണ്ട് നമ്മുടെ വീടിന്മേലേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ മാറി സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണത്. ഈ സമയമാണ് മരങ്ങൾ വെട്ടാൻ പറ്റിയ സമയം. മരങ്ങളിലൊന്നും ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പ്ലെയിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ വേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ മരങ്ങൾ വെട്ടുന്ന വേസ്റ്റ് ആയാലും എന്ത് വേസ്റ്റ് ആയാലും നമ്മൾ ഗാർബേജ് ഡേയിൽ നമ്മൾ ഇതൊക്കെ വീടിൻ്റെ മുമ്പിൽ എടുത്ത് കവർ ചെയ്ത് എല്ലാം നല്ല പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. ഇപ്പോൾ ഇലകളൊക്കെ നന്നായിട്ട് അതിലുണ്ടെങ്കിൽ നമുക്ക് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾക്ക് അങ്ങനെ കവർ കെട്ടി വെക്കാനൊന്നും പറ്റില്ല, കാരണം അത്ര അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ നമ്മൾ ഇവിടുന്ന് വേസ്റ്റ് മുഴുവനും എടുത്തുകൊണ്ട് പോയി വണ്ടിയിൽ കൊണ്ടുപോയി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എല്ലാം കൂടി ഡംപ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ മരങ്ങളുടെ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ നൈബറിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് തന്നെ മരം വെട്ടിയിട്ടു. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് മരം വെട്ടേണ്ടതെന്ന്. അപ്പോൾ 2 സൈഡിൽ നിന്നും പകുതി വെട്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ഒരു രീതിയിലാണ് അദ്ദേഹം വെട്ടിയിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു മരത്തിനോ വീടിനോ ഒന്നും ഡാമേജ് വരാതെ, പിന്നെ അദ്ദേഹത്തിൻ്റെ മതിലും തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഒരു സൈഡുകളും ഡാമേജ് വരാതെ വളരെ വിജയകരമായിട്ട് തന്നെ നമ്മൾ മരം വെട്ടിയിട്ടു. പിന്നെ നമ്മൾ നമ്മുടെ ടൂൾസ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെറിയ മരങ്ങൾ നമ്മൾ വെട്ടിയിടുകയാണ്. അപ്പോൾ ചെയിൻസോ വെച്ചിട്ട് നമ്മൾ മരങ്ങൾ മുറിക്കുമ്പോൾ നമ്മൾ വളരെ സേഫായിരിക്കണം. അതിന് സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിനുള്ള ഹെൽമെറ്റ്, അതുപോലെ നമ്മുടെ ചെവിക്കൊന്നും ഡാമേജ് വരാതിരിക്കാനായിട്ട് ചെവിയൊക്കെ അടച്ചു വെച്ച് ചെയ്യാനായിട്ടുള്ള ഓരോ ടൂൾസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതുപോലെ പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാവുന്ന ക്ലോത്ത്സൊക്കെ നമ്മൾ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സേഫായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയതിന് ദൈവത്തിന് നന്ദി. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് എ സ്മോൾ വേൾഡ്.